നമുക്കിന്ന് ഈവനിങ് ഒരു ഇഡ്ഡലി കഴിക്കാൻ പോകാം. വേറെ എവിടെയുമല്ല, സുഡുസുഡ ഇഡ്ഡലിയിലാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയായിരിക്കും, ആക്ടർ വെങ്കിടേഷിൻ്റെയാണ് കേട്ടോ ഈ സുഡുസുഡ ഇഡ്ഡലി. ഓൾമോസ്റ്റ് ഇപ്പോൾ 2 മാസമായി ഇത് കാലിക്കറ്റിൽ തുടങ്ങിയിട്ട്. ഇവരുടെ ഫസ്റ്റ് ബ്രാഞ്ച് എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രമാണെന്ന്. ഞാനായിരിക്കും ചിലപ്പോൾ ഇവിടെ ഏറ്റവും അവസാനമായിട്ട് ഇഡ്ഡലി കഴിക്കാൻ പോകുന്ന ആൾ. ഇത് വന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു, അടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ പൂജയുടെയൊക്കെ ടൈമിലായിരുന്നു ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. സച്ചേട്ടൻ്റെ ചേച്ചിയുടെ ഷോപ്പ് ഇതിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ചേച്ചിയുടെ 2 മക്കളെയും കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത്. ഇവിടെ ഒരു 4-5 വെറൈറ്റീസ് ഓഫ് ഇഡ്ഡലീസ് ഉണ്ട് തോന്നുന്നു. സോയാബീൻ ഉണ്ട്, പനീറുണ്ട്, പൊടി ഇഡ്ഡലി ഉണ്ട്, ബട്ടർ ഇഡ്ഡലി ഉണ്ട്. നമ്മൾ സോയാബീനും പനീറും പൊടിയും ബട്ടറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഏറ്റവും എക്സൈറ്റഡ് പൊടി ഇഡ്ഡലി കഴിക്കാനായിരുന്നു. അതിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തതും. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ബട്ടർ ഇഡ്ഡലിയാണ്. പൊടി ഇഡ്ഡലിയിൽ കുറച്ചധികം മസാല ഉള്ളതുപോലെ തോന്നി. എനിക്ക് സോയാബീനും പനീർ ഇഡ്ഡലിയും വർക്കായില്ല. ഞാനൊരു സോയാബീൻ ഫാനല്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇവർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. 80 റുപ്പീസ് എങ്ങാനും ആണ് ഒരു പ്ലേറ്റിന് അവർ ചാർജ് ചെയ്യുന്നത്. ഇഡ്ഡലി കഴിച്ച് പിള്ളേരെ നമ്മൾ ചേച്ചിയുടെ ഷോപ്പിലാക്കി കൊടുത്തു. ചേച്ചിക്ക് ഒരു പൂജാ ഷോപ്പാണ്, ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ ഉണ്ട്. പൂജയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. അത് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ തന്നെ കിട്ടും. നിങ്ങൾക്ക് കാലിക്കറ്റ് സുഡുസുഡ ഇഡ്ഡലീൻ്റെ അടുത്ത് തന്നെയുള്ള അയ്യപ്പ പൂജാ സെൻ്ററാണ്. ആർക്കെങ്കിലും സാധനങ്ങളൊക്കെ വേണമെങ്കിൽ പോയി ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്ന സ്ഥലമാണ്. അവിടെ നമ്മൾ കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.